അന്ന് മുതൽ 10ാം കോൺഗ്രസ് മുതൽ 24ാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. പ്രതിനിധികളുടെ ചർച്ച എന്ന് പറയുന്നത് അസാമാന്യമായ കഴിവാണ് അവർ പ്രകടിപ്പിച്ചത്. കഴിവ് എന്ന് ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തുള്ള തലങ്ങളിൽ നല്ല വിവരത്തോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് 2 ചർച്ചകളിലും അവർ പങ്കെടുത്തത്. ഏതാണ്ടല്ല പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായി 47 പേരും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 27 പേരും, അങ്ങനെ 74 പേര് ആ ചർച്ചയിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു 25ഓളം സഖാക്കളും പങ്കെടുത്തു. ഇതിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം വല്ലാത്തൊരാത്മവിശ്വാസം. അതായത് 2 കാര്യങ്ങളിലാണ് ഞാൻ കണ്ടത്. ഒന്ന് സംഘടനാ രംഗത്ത്, മറ്റൊന്ന് ഭരണരംഗത്ത്. സംഘടനാ രംഗത്താണെങ്കിൽ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കേരളത്തിലെ 50% ജനങ്ങളുടെ അംഗീകാരമുള്ള പാർട്ടിയാക്കി CPM വളർത്തുന്നതിൽ, സ്വന്തം ശേഷി വികസിപ്പിക്കുന്നതിൽ അവരുടെ സംഭാവന നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് നല്ല നിർദ്ദേശങ്ങൾ നൽകി. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നവഫാസിസത്തിൻ്റെ വെല്ലുവിളിയെ ചെറുക്കാൻ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മ സാർവത്രികമായി വളർത്തിയെടുക്കുന്നതിനുള്ള ആവശ്യകതയും അതിൽ വന്നു. ആ രൂപത്തിൽ സംഘടനാ രംഗത്ത് ഒരു വമ്പിച്ച സംഭാവന നൽകി. ഭരണരംഗത്താണെങ്കിൽ നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, സാമ്പത്തിക പ്രശ്നമുണ്ടാകില്ല. ഇന്ന സ്രോതസ്സുകൾ വഴി നമുക്ക് സമ്പത്തുണ്ടാക്കാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ ചെറുക്കാൻ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി പാർട്ടിക്ക് മുന്നേറിയാൽ ഒരു സംശയവും വേണ്ട, ഇന്ന മേഖലകൾ വഴി നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റും. അതൊരു വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. അപ്പോൾ അവിടെ വന്ന് ചർച്ചയിൽ പങ്കെടുത്ത സഖാക്കൾ ഗ്രൂപ്പ് ചർച്ചയുടെ ഭാഗമായി രൂപപ്പെടുത്തിയ അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം ഏതാണ്ട് 515 പ്രതിനിധികൾ അവർ നടത്തിയ ചർച്ചയുടെ ഭാഗമായി സ്വാംശീകരിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവിടെ അവതരിപ്പിച്ചത്. അപ്പം ഒരു നവകേരളം, ഒരു മധ്യ മുതലാളിത്ത രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം എത്താൻ പറ്റുന്ന ഒരു സാമ്പത്തിക വികാസം, പുരോഗതി ഈ നവകേരളത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളത് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പാതകൾ, പുതിയ വഴികൾ, ഇതുമായി ബന്ധപ്പെട്ട് ആരാധ്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയെ സപ്ലിമെൻ്ററി ചെയ്യുന്നതാണ് ഈ ചർച്ചകൾ. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഈ വേദി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ വികാരപരമായിട്ടുള്ള രംഗങ്ങൾക്ക് ഞാൻ സാക്ഷിയായിരുന്നു. 1973 ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ചെയർമാനായിരിക്കുമ്പോൾ SFIയുടെ 3ാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ പോയത്. അന്നാണ് ഞാൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2ാം സംസ്ഥാന സമ്മേളനം ഒറ്റപ്പാലത്തായിരുന്നില്ല, കോട്ടയത്തായിരുന്നു. 1ാം സംസ്ഥാന സമ്മേളനം ഇവിടെ മോയനു സ്കൂളായിരുന്നു. അപ്പോൾ 2ാം സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരേണ്ടതായിരുന്നു. ചില കാരണങ്ങളാൽ എൻ്റെ ചില സ്വഭാവങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി വന്നില്ല. 3ാമത്തേതിലാണ് ഞാൻ ചെയർമാനായിട്ട് ചേരുന്നത്. പിന്നെ ഞാനൊരു അനിവാര്യമായ ആളായി. അങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നത്. അതൊരു വല്ലാത്ത സമ്മേളനമായിരുന്നു. സഖാവ് EMS തന്നെ പാർട്ടി മെമ്പർമാരെ വിളിച്ച് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതായി വന്നു. അത്രയും ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നു. പിന്നീടുള്ള വേദി എന്ന് പറയുന്നത് 1975 നമ്മുടെ 15ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അന്നാണ് ലോകം അറിയുന്നത് പാർട്ടിക്കുള്ളിൽ തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളത്. അതിൽ ഞാനൊരു കക്ഷിയായിരുന്നു. ഒരു വോട്ടിനാണ് ഞാനന്ന് തോറ്റത്, കൊല്ലത്ത് വെച്ചിട്ട്. അതും അന്നത്തെ ഒരു വലിയ വാർത്തയായിരുന്നു.
ഒരു വോട്ടിനാണ് ഞാൻ തോറ്റത് എന്നുള്ളതിന് വേറെ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീടുള്ളൊരു പ്രശ്നം, ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി അന്ന് എം പി ആണ്. 82 അവിടെ പുനലൂരിൽ വെച്ച് ഒരു സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു. അന്നാണ് സഖാവ് സീതാറാം യെച്ചൂരി ആദ്യമായി എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ വരുന്നത്. അന്ന് ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ പാർട്ടി സമ്മതിച്ചില്ല. സഖാവ് NS ആയിരുന്നു ചാർജ്. സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വീണ്ടും അവിടെ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴുള്ള ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വരെ എനിക്കൊരു ബാലമനസ്സുണ്ട്. ഗൗരവമില്ലാത്തത് കൊണ്ടല്ല, അനാവശ്യമായിട്ടുള്ള ഗൗരവം ഞാൻ കാട്ടാറില്ല. ഗൗരവമുള്ള പ്രശ്നങ്ങൾ തന്നെ അനായാസമായി സരസമായിട്ടാണ് ഞാൻ നേരിടാറുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു ബാലമനസ്സ്, ഒരു ബ്രണ്ണൻ കോളേജ് മനസ്സ് എനിക്കുണ്ട്. അതങ്ങ് പോയി ഒരു വൃദ്ധ മനസ്സായി മാറി എന്നുള്ളതാണ്. അല്ലല്ല പ്രായപരിധി പ്രശ്നം ഞാൻ 70 ആക്കണം എന്നുള്ള അഭിപ്രായം. കാരണം ഞാൻ നിങ്ങളോട് സമ്മേളനം തുടങ്ങുന്നതിനേക്കാളും മുമ്പേ പറഞ്ഞല്ലോ. കാരണം പുതിയ പുതിയ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ഒരു 70 വയസ്സാണ് നന്നാകുക. അതേ സമയത്ത് ഭൗതികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ചിലത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പ്രകാശായി ആയാലും സീതാറാം യെച്ചൂരി ആയാലും അതുപോലെ തന്നെ അന്തരിച്ചു പോയ സഖാവ് EMS ആയാലും അവരൊന്നും ഭൗതിക തലത്തിൽ നടത്തിയ സംഭാവനയൊന്നും നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കത്തക്ക രൂപത്തിൽ അത്രയും ഇല്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം നടത്തുന്ന കുറേ ആൾക്കാർ നേതൃതലത്തിലുണ്ട്. അവരങ്ങ് പോയാൽ ഭൗതിക തലത്തിൽ, പ്രത്യയശാസ്ത്ര മേഖലയിൽ, തുടർന്ന് രാഷ്ട്രീയ മേഖലയിൽ, സംഘടനാ തലത്തിൽ ഇത് പ്രതിഫലിക്കും. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ടായത്, ഒഴിഞ്ഞു പോകുന്ന ഒരു ക്രീമിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെയെങ്കിലും ഞാൻ അതിന് കൊടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ആൾക്കാരെ ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ പിണറായിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. അതൊരു ഔദാര്യത്തിൻ്റെ പ്രശ്നമാക്കണ്ട, ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇടപെടൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പുതിയ അവസരങ്ങൾ പുതിയ ആൾക്കാർക്ക് വരണം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് പോയാലും, ഞാനിപ്പോൾ CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ദീർഘകാലം ഇവിടെ CITUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ആ പ്രവർത്തന മേഖല ഇല്ലാത്തൊരു പ്രശ്നം വരില്ല. കാരണം എങ്ങനെയെങ്കിലും പ്രവർത്തന മേഖല ഉണ്ട്. പാർട്ടി തലത്തിലുള്ള ഔപചാരിക പദവി അതെപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അതില്ല എന്നുള്ളത് കൊണ്ട് പ്രവർത്തന മേഖല ചുരുങ്ങുന്നില്ല. ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനുള്ള വഴികൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. സമിതിയിൽ വരാത്ത ആളുകളും ചില ആളുകൾ വലിയ പ്രതിഷേധം തന്നെ പരസ്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ പത്മകുമാറൊക്കെ പറഞ്ഞത് എൻ്റെ 52 വർഷം പരിഗണിച്ചില്ല, 9 വർഷമുള്ള ആളുകളെയാണ് പരിഗണിച്ചത്. വീണ ജോർജിനെ അത് മനസ്സിലാക്കേണ്ടത്, എല്ലാ ആൾക്കാരെയും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പറ്റില്ലല്ലോ. 87 ആളാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, ഇല്ല 17 പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. ഇത് ഒരു 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരിൽ നിന്ന് ഒരു ക്രീമായിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ. അവരെല്ലാം ഇതിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് അതാത് കാലഘട്ടത്തിൽ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവരൊക്കെ മോശക്കാരെന്നല്ല. ഇപ്പം എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള എത്ര ആൾക്കാർ ഈ പാർട്ടിൻ്റെ അകത്ത്. പക്ഷേ അങ്ങനെ നമ്മൾ കണക്കാക്കരുത്. കാരണം പാർട്ടി അവരവരുടെ കഴിവിനനുസരിച്ച് കൊക്കിലൊതുങ്ങിയത് മാത്രമല്ല കൊടുത്തത്, കൊക്കിലൊതുങ്ങാത്തതും കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൊക്കിലൊതുങ്ങാത്തത് തരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ വേണ്ടാന്ന് വെച്ചു ഞാൻ പല കാരണങ്ങളാണ്. കാരണം ഇത് പാർട്ടിയോട് നീതി ചെയ്യണ്ടേ. പരമാവധി പാർട്ടി സഹായിച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ മനുഷ്യനാക്കുന്നതിൽ പാർട്ടി നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പത്മകുമാറിന് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല. കാരണം പാർട്ടി അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ നശിപ്പിക്കുന്നതിന്
ബോധപൂർവം ശ്രമിക്കും എന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് BJP അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പാർട്ടിയുടെ എന്ന് കരുതുന്നുണ്ട്. അതാണ്. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെ നിന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിക്ക് ഗുണമല്ല എന്നുള്ളത്. അതായത് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഉദ്ദേശിച്ചൊരു പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനൊരു തടസ്സമില്ലല്ലോ. ആ ജനസേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ വർഗ ശത്രുക്കൾക്ക് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ വേറൊരു അപകടം ഞാൻ പറയാം. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്തും വളരെ ഗൗരവമായി കണ്ടതാണ് പാർട്ടി രഹസ്യങ്ങളും അതുപോലെ തന്നെ പാർട്ടി സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളും ലീക്ക് ചെയ്യുന്നത്. അത് പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. ഇപ്പോൾ മലപ്പുറം സമ്മേളനത്തിലായിരുന്നല്ലോ അത് ഏറ്റവും രൂക്ഷമായത്. ഞാൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് അത് കണ്ടുപിടിച്ചത്. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അല്ല, ഇത്തവണയും ന്യൂസ് പുറത്തു പോയല്ലോ, ഗൗരവമാണല്ലോ. ഇത് പാർട്ടി ഇപ്പോൾ വിഭാഗീയത പരിപൂർണമായും ഈ പാർട്ടിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ കൂടപ്പിറപ്പാണ് വാർത്ത ചോർത്തി കൊടുക്കരുത്. അത് ആ അളവിൽ വിജയിച്ചിട്ടില്ല. അത് വിജയിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമാണ്. കമ്മ്യൂണിസ്റ്റ് ബോധം ഞാൻ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു, എനിക്ക് പറയാൻ വിട്ടുപോയതാ. ഞാൻ ഈ പ്രതിനിധികളുടെ മുഖമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓരോ രക്തസാക്ഷിൻ്റെ മുഖമാണ് ഞാൻ കാണുന്നത്. വവേലിൻ്റെ അമ്മ, മാർസിൻ ഗോർക്കിൻ്റെ അമ്മ വായിച്ചിട്ടില്ലേ നിങ്ങൾ? ആ അമ്മ ഈ സഖാക്കളെ നിരവധി ആൾക്കാർ രക്തസാക്ഷികളായി. അപ്പോൾ അമ്മ പറയുന്നത്, നിങ്ങളുടെ മുഖം കാണുമ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് ഞാൻ കാണുന്നത് എന്നാണ്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് ഓർക്കണം, എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഈ രക്തസാക്ഷികളുടെ മുഖം കണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല. വാർത്ത ഉണ്ടാവുമോ? അതിൻ്റെ നേതാവ് AK ബാലൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രത്യേകിച്ച് 75 വയസ്സ് പ്രായം തികഞ്ഞ വേളയിൽ CPM-ന്റെ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ വിശ്രമിക്കാനാണ് പാർട്ടി ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഭരണഘടനാപരമായി പാർട്ടി ഭരണഘടന അനുസരിച്ച് ഇവരെ സംരക്ഷിക്കാൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആളുകൾക്ക് അവസരം നൽകണമെന്ന AK ബാലൻ്റെ പക്ഷം ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാൽ പാർട്ടി കാര്യം പരിഗണിച്ചില്ല. ഒരാൾക്ക് മാത്രമേ പ്രായത്തിലുള്ള ഇളവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിച്ചിട്ടുള്ളൂ. അത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.